ഇപ്പോൾ ആലിസൺ ബക്കർ ആയിരുന്നു കഴിഞ്ഞ വേൾഡ് കപ്പിലെ ഷൂട്ടൗട്ടിൽ ബ്രസീലിൻ്റെ ക്രൊയേഷ്യക്കെതിരെയുള്ള ഗോൾ കീപ്പർ. ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഷൂട്ടൗട്ടിൽ ആലിസൺ അത്ര അങ്ങ് പോരെ, എന്താണ് ഒരു ഫീലിംഗ്? ഇന്ന് കഴിഞ്ഞ കളി നന്നായി കളിച്ചിട്ടുണ്ട്, ഷൂട്ടൗട്ടല്ല, പക്ഷേ ഷൂട്ടൗട്ടിൽ ഷൂട്ടൗട്ട് ഒരു മൈൻഡ് ഗെയിമാണ് പറഞ്ഞ പോലെ, മെൻറ്റാലിറ്റി. എനിക്ക് തോന്നുന്നുണ്ട് ഇതിൽ ഇപ്പോൾ ആഞ്ചലോട്ടിയുടെ ഇടപെടൽ ഒരു പക്ഷേ വന്നിട്ടുണ്ടാവാം ഷൂട്ടൗട്ടിലേക്ക്. ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു മെന്റലി ഒരു പക്ഷേ എങ്ങനെയാണ് ഷൂട്ടൗട്ട് വന്നേക്കാൻ നോക്കൗട്ടിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഇതാണ് പറഞ്ഞാൽ ആഞ്ചലോട്ടിയുടെ ഒരു കടന്നുവരവ് ബ്രസീൽ ടീമിലുണ്ടാക്കുന്ന സ്വാധീനം എന്താണ് എന്നുള്ളത്, ഓരോ പ്ലെയറിലും ഉണ്ടാക്കുന്ന ഒരു മെന്റാലിറ്റിയിൽ ഉണ്ടാക്കുന്ന ഒരു വർക്ക്. അപ്പോൾ അതേ രീതിയിൽ ആലിസണ് കഴിഞ്ഞ വേൾഡ് കപ്പിന് എക്സ്പീരിയൻസ് നിന്നും അതേപോലത്തെ ഒരു ഇൻട്രോസ്പെക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും, ഒരു ആത്മപരിശോധന എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വേൾഡ് കപ്പിൽ വരുമ്പോൾ ഒരുപക്ഷെ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അത് ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ഷൂട്ടൗട്ടൊക്കെ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇതിൽ എനിക്ക് അത്ഭുതം തോന്നുന്ന കാര്യം എന്താ വെച്ചാൽ, ഇവരുടെ ഗോൾ കീപ്പിംഗ് കോച്ച് കുറേ കാലമായിട്ട് ടഫറേലാണ്. ടഫറേൽ എന്ന് പറഞ്ഞാൽ ഈ ഷൂട്ടൗട്ടൊക്കെ പുഷ്പം പോലെ മറികടക്കുന്ന ആളാണ്. 94 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ, 98 സെമി ഫൈനലിൽ നമ്മുടെ നെതർലൻഡ്സിനെതിരെ ഒക്കെ സേവ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി ഇവരിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും ഇതാണ് നമ്മൾ ഒരുപാട് ഇങ്ങനെയുള്ള എക്സലൻ്റ് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോപ്പേഴ്സ് ഉണ്ട്. പക്ഷെ അവരൊക്കെ ഇതേപോലെ തന്നെ ചിലപ്പോൾ ടൈ ബ്രേക്കറിലേക്ക് വരുമ്പോൾ അങ്ങനത്തെ രീതിയിൽ ചിലപ്പോൾ ഷൂട്ടൗട്ടിലേക്ക് വരുമ്പോൾ പെർഫോം ചെയ്ത് കാണാറില്ല. അത് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു മെൻ്റലായിട്ടൊരു ആസ്പെക്റ്റ് അതിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടഫറേലിൻ്റെ ഇപ്പോൾ നിലവിലുള്ള ഒരു കോച്ചിങ് ട്രെയിനിങ്, അതേപോലെ ആഞ്ചലോട്ടിയുടെ ഇതേപോലെയുള്ള ഒരു ഇടപെടൽ ഒക്കെ ഈ രീതിയിലുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ പിന്നെ എഡേഴ്സണും അതുപോലെ വെബേർട്ടനുമാണ് വേറെ അവൈലബിൾ ആയിട്ടുള്ള ഗോൾ കീപ്പർമാർ. ഹ്യൂഗോ സൗസ എടുത്തില്ല, അദ്ദേഹം പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. ഏതായാലും ആഞ്ചലോട്ടി ആലിസനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ആലിസൺ തന്നെ ആയിരിക്കും. ആലിസൺ സംശയമില്ല, നല്ലൊരു എക്സലന്റ് ഒരു ഷോർട്ട് സ്റ്റോപ്പർ തന്നെയാണ്. തീർച്ചയായിട്ടും ഷൂട്ടൗട്ടിലും അദ്ദേഹത്തിന് മികവ് കാണിക്കാൻ പറ്റട്ടെ.